ഹായ് ഗൈസ്, അപ്പോൾ വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഞാൻ ലാസ്റ്റ് 2 or 3 വീഡിയോസ് എപ്പോഴും ഞാൻ സ്റ്റഡി വ്ളോഗ്സ് ഞാൻ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഡിഫറെൻറ്റ് ആയിക്കോട്ടെ വെച്ചിട്ട് ഒരു ഡേ ഇൻ മൈ ലൈഫ് ഇടാൻ വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ്. അപ്പോൾ ഞാൻ തംബ്നെയിലും ഡിസ്ക്രിപ്ഷനിലും പറഞ്ഞ നമ്മുടെ ക്യാപ്ഷനിലൊക്കെ ഇടുന്നത് ഓരോന്നും ഞാൻ ആലോചിച്ചിട്ടാണ് ഇടുക. ഇത് റാൻഡം പറയുമ്പോൾ ഞാൻ ഒട്ടും വിചാരിക്കാതെ ഞാൻ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ. അന്ന് വീഡിയോ എടുക്കുന്നില്ല എന്നൊക്കെ വിചാരിച്ചിട്ടാണ്. ഞാൻ സാധാ പോലെയാണ് ഇരിക്കുന്നുണ്ടായിരുന്നത്. ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ തലേ ദിവസം അത് പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ചെയ്യാതെ പെട്ടെന്ന് എടുത്തതാണ് ഈ വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ റാൻഡം. പിന്നെ ഒരു ഡേ ഇൻ മൈ ലൈഫ് പറയുന്നത് സാധാ ഞാൻ പ്ലാൻ ചെയ്തിട്ട് ഒരു കറക്റ്റിൻ്റെ ഡേ എങ്ങനെയാണ് അതുപോലെ എടുക്കുന്നതും. പിന്നെ ഞാൻ പ്രൊഡക്റ്റീവ് എന്ന് പറയുമ്പോൾ അന്ന് ഞാൻ കുറച്ചുകൂടി വല്ലതും ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഓരോന്നും ഞാൻ പറഞ്ഞ പോലെ ആലോചിച്ചിട്ടാണ് ഇങ്ങനെ ക്യാപ്ഷനും തംബ്നെയിലൊക്കെ കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ചത് ഈ ഒരു റാൻഡം ഡേ ഇൻ മൈ ലൈഫ് എന്നുള്ള വ്ളോഗിൽ ഇല്ലാത്തതൊക്കെ ചിലപ്പോൾ ഒരു നോർമൽ ഡേ ഇൻ മൈ ലൈഫിൽ ഉണ്ടായിന്ന് വരും. അതിൽ ഈ പലതും ഉണ്ടാവാത്തതൊക്കെ ഞാൻ പ്രൊഡക്റ്റീവ് ഡേ ഇൻ മൈ ലൈഫിൽ ഉണ്ടായിന്ന് വരും. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ എല്ലാം വ്ളോഗ്സും ഒരേപോലെ ആയിക്കൊള്ളണം എന്നില്ല. അപ്പോൾ ഇടയ്ക്കൊക്കെ ഞാൻ പുറത്ത് പോകാറുണ്ട്, അതിൻ്റെ വ്ളോഗൊക്കെ ഷൂട്ട് ചെയ്യാറുണ്ട്. അത് ഞാൻ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഷൂട്ട് ചെയ്യാൻ ട്രൈ ചെയ്യാം കേട്ടോ. ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ പുറത്ത് പോകുമ്പോഴൊന്നും അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് എടുക്കാറില്ല. അപ്പോൾ ഞാനത് വരും വ്ളോഗ്സിലൊക്കെ അത് ശരിയായി എടുക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ ഇന്ന് ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ എന്താണെന്ന് അറിയില്ല, എൻ്റെ വോയിസ് നല്ലോണം ഷേക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എന്തോ ഒരു ടോൺ ഡിഫറൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വീണ്ടും വീണ്ടും എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സോറി കേട്ടോ, ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ റെഡിയാക്കാം. എന്താണെന്ന് അറിയില്ല, പിന്നെ കുറേ ടേക്ക് എടുത്തിട്ട് എൻ്റെ വോയിസ് ശരിയാവുന്നില്ല. അപ്പോൾ ഞാൻ ഇന്ന് സാധാ എണീക്കുന്ന ടൈമിൽ തന്നെയാണ് എണീച്ചത്. എന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ കെമിസ്ട്രിയാണ് കേട്ടോ എടുത്തത്. കെമിസ്ട്രി ഫസ്റ്റ് ചാപ്റ്റർ സൊല്യൂഷൻസ് ആണ്. അതിൻ്റെ നോട്ട്സ് ഓൾറെഡി ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ എൻ്റെ മുമ്പത്തെ വീഡിയോസിലൊക്കെ കാണിച്ചിട്ടുണ്ട്, പക്ഷേ ഞാൻ അത് പഠിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ എൻ്റെ സ്കൂളിൽ അത് ഓൾമോസ്റ്റ് ആ ചാപ്റ്റർ കഴിയാറായി. അപ്പോൾ അത് പഠിക്കണം. അപ്പോൾ എനിക്കത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് ഞാൻ കുറേ നേരം ഒന്നും ഇരുന്നില്ല കേട്ടോ. കെമിസ്ട്രി ഫുൾ കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, വലിയ ചാപ്റ്ററാണ്, കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാണ്ട് ന്യൂമറിക്കൽസ് ആയിട്ട്. അപ്പോൾ അത് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പിന്നെ എനിക്കിന്ന് വേറെയും കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു, റൂം ക്ലീൻ ചെയ്യുക അങ്ങനത്തെ പണികളുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ നിർത്തി. എന്നിട്ട് ഞാനിപ്പോൾ ടാബൊക്കെ ക്ലീൻ ചെയ്യാൻ കേട്ടോ. ഞാൻ കുറേ ദിവസമായി ചെയ്യണം വിചാരിക്കുന്നു, പക്ഷേ അതൊക്കെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാൻ ഇന്ന് അതൊക്കെ ടാബൊക്കെ ക്ലീൻ ചെയ്തു. പറഞ്ഞ പോലെ റാൻഡം ഡേ ഇൻ മൈ ലൈഫ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ഇൻട്രസ്റ്റ് കൂടി എടുത്തതാണ്. അതേപോലെ പെട്ടെന്ന് ഇൻട്രസ്റ്റ് പോവുകയും ചെയ്തു. അതുകൊണ്ട് തന്നെ എല്ലാത്ര ക്ലിപ്സൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കാരണം എന്താ വെച്ചാൽ എനിക്കൊരു കാര്യം നിങ്ങളടുത്ത് ചോദിക്കാനുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ കമൻസിൽ റിപ്ലൈ ചെയ്യാം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ ഒരു വീക്കിൽ ഒരു 3 ലോങ് വീഡിയോസാണ് മാക്സിമം ചെയ്യാറ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച എനിക്ക് ആകെ ഒരേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുള്ളൂ യൂട്യൂബിൽ. ഈ ആഴ്ചത്തേൽ ഇത് 2ാമത്തെ ലോങ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ ഷോർട്സ് അങ്ങനെ അപ്ലോഡ് ചെയ്യാറില്ല. അപ്പോൾ എൻ്റെ പ്ലാൻ എന്താ വെച്ചാൽ മൺഡേ ടു ഫ്രൈഡേ ഈവനിങ് ഒരു യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. ഈ മൺഡേ ടു ഫ്രൈഡേ എല്ലാ ഈവനിങ്സും അപ്ലോഡ് ചെയ്യണം എന്നാണ് എൻ്റെ പ്ലാൻ. അപ്പോൾ യൂട്യൂബ് ഷോർട്ടിൽ എന്താ വെച്ചാൽ ജസ്റ്റ് മിനി സ്റ്റൈൽ വ്ളോഗ് മാത്രമല്ല, എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് മുഴുവൻ ഡേ ഇൻ മൈ ലൈഫ് ആവാം, എന്തോ ആവാം, എൻ്റെ മൂഡ് അനുസരിച്ചിട്ട് ഇരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എവറി ഡേ അല്ല, മൺഡേ ടു ഫ്രൈഡേ ഈവനിങ് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ വെച്ചിട്ടാണ്. അപ്പോൾ ഇതുപോലെ യൂട്യൂബ് ഷോർട്സ് അപ്ലോഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ലൈഫ് അപ്ഡേറ്റ്സ് അറിയുകയും ചെയ്യാം. പിന്നീട് ഞാൻ അടുത്ത വ്ളോഗിൽ സംസാരിക്കുന്നതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും ചെയ്യും. അത് റിലേറ്റഡ് ഞാൻ ഇപ്പോൾ കഴിഞ്ഞ വ്ളോഗിൽ കണക്ട് ചെയ്തതായിരിക്കും ഈ വ്ളോഗിൽ പറയേണ്ടാവും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. എനിക്കും കൺവീനിയൻ്റ് ആണ് എഡിറ്റ് ചെയ്യാനൊക്കെ. അത് വെച്ചിട്ട് ഞാൻ എൻ്റെ ലോങ് വീഡിയോസ് നിർത്തണമെന്നില്ല കേട്ടോ. അതേ ഫ്രീക്വൻസിയിൽ ഇപ്പോൾ എങ്ങനത്തെ ഫ്രീക്വൻസിയിൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യണം ഒരു ആഴ്ചയിൽ, അതേപോലെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം എന്താ വെച്ചാൽ ലോങ് വീഡിയോസ് ഉള്ള ദിവസം വൈകുന്നേരം ഷോർട്ട് വീഡിയോസ് ഉണ്ടാവില്ല. വൈകുന്നേരം ലോങ് വീഡിയോസൊക്കെ വന്ന് കിടക്കുന്നുണ്ടാവുക. ലോങ് വീഡിയോസ് ഇല്ലാത്ത ദിവസം ഷോർട്ട് വീഡിയോസ് യൂട്യൂബ് ഷോർട്സ് ഉണ്ടാവും. അപ്പോൾ ഈ പ്ലാൻ ഇടാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് ഒരാഴ്ചയിൽ 3 വീഡിയോസിൽ കൂടുതൽ ഇടാൻ പറ്റുന്നുമില്ല. 3 വീഡിയോസിന് എത്തിക്കാൻ ഞാൻ നല്ല പാടുപെടുന്നുണ്ട്. അപ്പോൾ അത് സാറ്റർഡേ സൺഡേ ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. അപ്പോൾ എല്ലാവരും എടുത്ത് ചോദിക്കുന്നുണ്ട് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ ഇടാൻ പറ്റുമോ, ഈ 2 ദിവസം കൂടുമ്പോൾ ഇടാൻ പറ്റുമോ എന്നൊക്കെ. പക്ഷേ ആ പറഞ്ഞ പോലെ എനിക്ക് അങ്ങനെ ഇടാൻ പറ്റുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ യൂട്യൂബ് ഷോർട്സ്, അതാണെങ്കിൽ ഒന്നും ഇല്ലാത്തതിൻ്റെ കാട്ടിലും നല്ലതല്ലേ ഒരെണ്ണം അപ്ലോഡ് ചെയ്യുന്നത്, ചെറുതായിട്ട് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ്. അതിപ്പോൾ വീഡിയോ എടുക്കാൻ മാത്രമല്ല, എനിക്ക് പഠിത്തത്തിൽ പോലും സ്കൂളിൽ ഓരോന്ന് പെട്ടെന്ന് പറയുമ്പോൾ എൻ്റെ സ്റ്റഡി പ്ലാനൊക്കെ എനിക്ക് മാറ്റേണ്ട അവസ്ഥ വരികയാണ്. അപ്പോൾ പെട്ടെന്നാണ് ഇങ്ങനെ ഓരോന്ന് ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞ പോലെ ചെയ്യാൻ പറ്റാത്തത്. അപ്പോൾ ഈ ഐഡിയ എങ്ങനെ ഉണ്ടെന്ന് നിങ്ങൾ കമൻസിൽ അറിയിക്കുക കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ വിചാരിക്കുന്നുണ്ട് കേട്ടോ, 11th തന്നെ വ്ളോഗിങ് സ്റ്റാർട്ട് ചെയ്താൽ മതിയായിരുന്നു എന്ന്. എന്താ വെച്ചാൽ 11th അത്ര ബുദ്ധിമുട്ടുണ്ടായില്ല. 12th ഇപ്പോൾ ലാബ് വന്നതോടെയാണ് ഉള്ള ടെൻഷനും എല്ലാം കൂടി തോന്നണത്. ലാബ് പറഞ്ഞുകൊണ്ട് ടെൻഷൻ, പിന്നെ അതിൻ്റെ പഠിത്തം, റഫ് റെക്കോർഡ് എഴുതുക, ഫെയർ റെക്കോർഡ് എഴുതുക, അതിൻ്റെ സൈന് അതിൻ്റെ ഒക്കെ ഡൗട്ടും അങ്ങനെയൊക്കെ വന്നിട്ട് ആ കൂടി പ്രാന്ത് പിടിച്ച സമയം ഇപ്പോഴാണ്. 11th ആ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ 11th എനിക്ക് കുറച്ചുകൂടി സ്റ്റഡി വ്ളോഗ്സൊക്കെ അപ്ലോഡ് ചെയ്യായിരുന്നു. പിന്നെ നിങ്ങൾക്ക് ഇപ്പോൾ കാണുന്ന വ്യൂവേഴ്സിനൊക്കെ ബോറടിക്കണമെന്ന് വെച്ചാൽ പഴയ വീഡിയോസ് പോയി കാണാം. വീഡിയോസിൻ്റെ എണ്ണം ഉണ്ടാവുമല്ലോ, അപ്പോൾ മുതൽ ഇടുമായിരുന്നു നിങ്ങൾക്ക്. അപ്പോൾ ആ സമയം എനിക്ക് ബുദ്ധി തോന്നിയില്ല. എന്തായാലും ജനുവരി 2025 ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ തുടങ്ങിയത്, ഈ ചാനൽ ക്രിയേറ്റ് ചെയ്തത്.
വീഡിയോ അപ്ലോഡ് ചെയ്തത് ജനുവരി എൻഡിലൊക്കെ ആയിട്ടായിരുന്നു. അപ്പോഴും ഞാൻ +1 ആയിരുന്നു. പക്ഷേ ആ സമയം നമുക്ക് പബ്ലിക് എക്സാമിൻ്റെ തിരക്കായി, മോഡൽ എക്സാമും പബ്ലിക് എക്സാമിൻ്റെ ഒക്കെ തിരക്കായി. അപ്പോൾ ഞാൻ സത്യം പറഞ്ഞാൽ ഈ തിരക്കുള്ള സമയമാണ് ഈ യൂട്യൂബൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾ കണ്ട പോലെ അത്ര കാര്യങ്ങളൊന്നുമില്ല. ആകെ രാവിലെ പഠിക്കുക, കഴിക്കുക, ഉറങ്ങുക, കുറച്ച് ക്ലീനിങ് ചെയ്യുക, വീണ്ടും പഠിക്കുക, ഇത് തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ക്ലിപ്സ് എടുത്തിട്ടില്ല. ഈ വീഡിയോയുടെ മെയിൻ പർപ്പസ് നിങ്ങളുടെ ഇത് ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ അതുപോലെ റിപ്ലൈ ചെയ്യുക, അറിയിക്കുക കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് അതിന് സ്റ്റാർട്ട് ചെയ്യാൻ, യൂട്യൂബ് ഷോർട്സ് സ്റ്റാർട്ട് ചെയ്യാൻ. എന്താ വെച്ചാൽ തലേ ദിവസത്തെയാണല്ലോ പിറ്റേ ദിവസം വരിക. അപ്പോൾ നിങ്ങൾ പറയുക എന്തായാലും. അപ്പോൾ ഇക്കൊല്ലം ഓണം നേരത്തെയാണ്, അപ്പോൾ ഓണം എക്സാം നേരത്തെയാണ്. അപ്പോൾ മിക്കവർക്കും ഒരു ഓണം എക്സാം കൂടെ എത്തിയിട്ടുണ്ടാവും. അപ്പോൾ +1കാർക്ക് സ്കൂളാണ് കണ്ടക്ട് ചെയ്യുക. ഇങ്ങനെ ടെസ്റ്റ് പേപ്പർ പോലെ അല്ലെങ്കിൽ മിഡ് ടേംസ് പോലെയൊക്കെ ആയിരിക്കും. +2ന് ഗവൺമെൻറ് എല്ലാം നടത്തണമെന്നാണ് ഇപ്പോൾ ഞാൻ അറിഞ്ഞത് കേട്ടോ. ഇങ്ങനെ ഈ സ്കൂളാണ് കണ്ടക്ട് ചെയ്യണമെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ സ്കൂളാണ് കണ്ടക്ട് ചെയ്യുന്നത് വെച്ചാൽ സ്കൂളെടുത്ത് പോർഷൻസ് പഠിച്ചേ പറ്റുള്ളൂ. അപ്പോൾ ഇത്രയും ദിവസം എനിക്കൊരു ഹോപ്പ് ഉണ്ടായിരുന്നു ഗവൺമെൻറ് നടത്തുമായിരിക്കും എന്നപ്പോൾ പോയി കിട്ടി. ഇനിയിപ്പോൾ എനിക്ക് ബാക്കിലുള്ള പോർഷൻസൊക്കെ പഠിക്കണം. എന്താ വെച്ചാൽ ഞങ്ങളുടെ ചില പോർഷൻസ് ഓർഡർ വൈസ് അല്ല, ചില ചാപ്റ്റേഴ്സൊക്കെ ബാക്കിലുള്ള ചാപ്റ്റേഴ്സായിട്ട് സ്വാപ്പ് ചെയ്തു. പറഞ്ഞാൽ ഏറ്റവും ബാക്കിൽ എടുക്കുന്ന ചാപ്റ്റേഴ്സായിട്ട് സ്വാപ്പ് ചെയ്തു. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ പഠിച്ചേ പറ്റുള്ളൂ. ഇപ്പോൾ ടീച്ചേഴ്സാണല്ലോ ക്വസ്റ്റ്യൻ പേപ്പർ ഇടുക. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ആ പോർഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് പെട്ടെന്നൊരു ചൂട് കയറിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഇടയിലാണെങ്കിൽ നമുക്ക് ഈ ആഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ബോട്ടണി ലാബ് റെക്കോർഡ് ഫുൾ കംപ്ലീറ്റ് ചെയ്തിട്ട് സൈൻ വാങ്ങണം പറഞ്ഞു. അപ്പോൾ അതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എന്തായാലും സബ്സ്ക്രൈബ്. സോ ബൈ.